ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പുറപ്പാട് 33:13. അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ പറഞ്ഞേ, അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ. ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കൂടെ കൊണ്ടുപോകാനുള്ള മാർഗം കൂടി പുറപ്പാട് 33:13 പറയുന്നുണ്ട്. അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരിക. ദൈവത്തെ സംപ്രീതനാക്കിയാൽ ദൈവം നമ്മോട് കൂടെ വരും. അപ്പോൾ ഉടമ്പടി അന്വേഷിക്കുന്നത് എങ്ങനെ ദൈവത്തെ സംപ്രീതമാക്കാവുന്ന. നമ്മുടെ നിബന്ധനകളെല്ലാം അതിനുള്ളതാണ്. നമ്മുടെ നിബന്ധനകളിൽ അവൻ പറഞ്ഞതുപോലെ ചെയ്യുന്ന നിബന്ധനകളില്ലേ, അതെല്ലാം എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? അതിൽ തന്നെ ഉദ്ദേശമില്ല. അതൊരു മാർഗമാണ്. ഉടമ്പടി നിബന്ധനകളെല്ലാം ഉടമ്പടിയുടെ മാർഗങ്ങളാണ്. ലക്ഷ്യമെന്താ? ദൈവത്തെ പ്രീതിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ദൈവത്തെ അതെൻ്റെ മക്കൾ ചെയ്യണം. ഉടമ്പടിയുടെ നിബന്ധനകൾ നിവർത്തിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ 3 പാപങ്ങൾ വെറുത്തുപേക്ഷിക്കണില്ലേ? അതെൻ്റെ ഉദ്ദേശം എന്താണ്? അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് അവൻ പറഞ്ഞതാണ് അല്ലേ? അവൻ പറഞ്ഞതാണ്, ഈശോ പറഞ്ഞതാണ്, അമ്മ പറഞ്ഞത്. ജീവിതത്തിൻ്റെ ഇല്ലായ്മ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പാലിച്ചാൽ ദൈവം സംപ്രീതനാകും. നിങ്ങൾ ലോകം മുഴുവൻ പോകുക, സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ പത്രം വാങ്ങിച്ച്, സുവിശേഷ പത്രം വാങ്ങിച്ച് ലോകം മുഴുവൻ പോയിക്കൊണ്ട് നമുക്ക് പറ്റണ ലോകത്തെല്ലാം നമ്മൾ വിതരണം ചെയ്യണത്. അവൻ പറഞ്ഞതാ. അപ്പോൾ ഈശോനെ അറിയാത്തവരറിയും, അറിഞ്ഞവർ ആഴപ്പെടും. ഇങ്ങനെ ഓരോ കാര്യവും ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉദ്ദേശം? ദൈവത്തെ പ്രീതിപ്പെടുത്തുകയാണ്. ദൈവത്തെ പ്രീതിപ്പെടുത്തിയാൽ ഇപ്പം നമുക്കറിയാം ദൈവത്തെ പ്രീതിപ്പെടുത്തണം എങ്ങനെയാണ്? മുറപ്രകാരമുള്ള ഹനനയാഗങ്ങളിലെ സങ്കീർത്തനം 40:6 ഏറ്റു പറഞ്ഞ് മുറപ്രകാരമുള്ള
മുറപ്രകാരമുള്ള ഹനനയാഗങ്ങളിലെ ഹോമയാഗങ്ങളിലെ ഞാൻ സംപ്രീതനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പിതാവേ ഇതാ ഞാൻ വരുന്നു, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അതാ സങ്കീർത്തനം 40:6. എന്താണ് ദൈവത്തിനെ എങ്ങനെയാണ് പ്രീതിപ്പെടുത്തുന്നത്? സങ്കീർത്തനം 40:6 വെച്ച് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ നിറവേറ്റുമ്പോഴാണ് ദൈവം പ്രീതിപ്പെടുന്നത്. അതാണ് അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അവൻ പറഞ്ഞതുപോലെ ഉടമ്പടിയുടെ മർമ്മം അതാ. അപ്പോൾ ഉടമ്പടി നിബന്ധനകൾ എപ്പോഴും നിങ്ങളിങ്ങനെ കർക്കശമായിട്ട് ഒരടയാളവും ഉടനെ കിട്ടിയില്ലെങ്കിൽ പോലും എൻ്റെ മക്കൾ നിർബന്ധിക്കണത് അടയാളം കാണുന്നുണ്ടോ ഇല്ലയെന്ന് ചിന്തിക്കരുത്. മറിച്ച് കർത്താവിൻ്റെ തിരുസന്നിധി ചെയ്ത നിബന്ധനകൾ നിറവേറ്റുന്നുണ്ടോ? കാര്യം എന്താണ്? നിബന്ധനകൾ എന്താണ്? ദൈവഹിതമാണ്. ദൈവഹിതം നിറവേറ്റുമ്പോഴാണ് ദൈവം പ്രീതിപ്പെടുന്നത്. ദൈവം പ്രീതിപ്പെടുമ്പോൾ വഴികൾ തെളിയും. അതാണ് സങ്കീർത്തനം പുറപ്പാട് 33:13. അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് ഒന്ന് പറഞ്ഞ് അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? വഴിയില്ലാത്തതാണ് അല്ലേ? കടമായാലും ശരി, രോഗമായാലും ശരി, നമ്മുടെ ബുദ്ധിക്ക് ഒരു വഴി കാണുന്നില്ല. അപ്പോൾ വഴി തെളിച്ചു കിട്ടാനുള്ള മാർഗം എന്താ? ഈ ഉടമ്പടിയാണ്. പുറപ്പാട് 13:13 എന്താണ്? അങ്ങ് എന്നെ സംപ്രീതനാണെങ്കിൽ പറഞ്ഞ് അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ. അപ്പൊ നമ്മുടെ മക്കളെ വളർത്താൻ അഡ്മിഷന്, ജോലിക്ക്, യാത്രയ്ക്ക്, സർട്ടിഫിക്കറ്റിന് ഇതൊന്നും നമ്മളത്രയും ബേജാറാകേണ്ട ഒരു കഥയുമില്ല. ഇതൊക്കെ എന്തൊക്കെ എപ്പോൾ എങ്ങനെയെല്ലാം ചെയ്യണമെന്ന് അതിൻ്റെ വഴികളെല്ലാം ദൈവത്തിനറിയാം. ആ ദൈവത്തെ സംപ്രീതമാക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കണം. വചനം മുഴുവനും അങ്ങനെയാ. നിങ്ങൾ ആദ്യം ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവഭരണം. ദൈവഭരണം എന്താണ്? ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ഇച്ഛയുടെ ആവിഷ്കാരമാണ്. ദൈവത്തിൻ്റെ ഇച്ഛ നിറവേറ്റുന്നതാണ് ദൈവ രാജ്യം എന്ന് പറയണത്. ഇപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആ പ്രാർത്ഥനയെപ്പോലും എന്താണ് എഴുതിയിരിക്കുന്നത്? അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് അല്ലേ? 6:10 മത്തായിയുടെ സുവിശേഷം 6:10 എന്ന് പറഞ്ഞ് അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അപ്പൊ ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ മനസ്സ്. ദൈവത്തിന്റെ വചനം നിറവേറ്റുമ്പോൾ, ദൈവത്തിന്റെ ഇച്ഛ അനുവർത്തിക്കുമ്പോൾ ദൈവിക ഭരണം ഉണ്ടാകുന്നു. അതിനാണ് ദൈവരാജ്യം എന്ന് പറയണത്. അതുകൊണ്ടാണ് മത്തായി പറയണത്, നീ ആദ്യം ദൈവരാജ്യത്തെ അന്വേഷിക്കുക, ആദ്യം ദൈവരാജ്യത്തെ അന്വേഷിക്കുക. മത്തായി 6:33. ബാക്കിയുള്ളത് ചേർത്ത് നൽകും. കൈ അടിച്ചു കർത്താവ് ഞങ്ങൾ ദൈവരാജ്യത്തെ അന്വേഷിക്കുന്നവരാണ്. കർത്താവായ ദൈവമേ, മത്തായി 6:33. നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിന്റെ നീതിയെയും അന്വേഷിക്കുക, ബാക്കിയുള്ളത് ചേർത്ത് നൽകും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. ഇനി മക്കൾ ശ്രദ്ധിക്കണം. എന്താ ഈശോ പറഞ്ഞത്? ആദ്യം ഒന്ന് പറഞ്ഞ്, നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിന്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക. എൻ്റെ പേര് നീതു മോഹനൻ. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ആരും തന്നെ എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി. ഞാനിവിടെ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം, ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് നാട്ടിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 30/3/2024 അപ്പം ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, 1 വർഷമായിട്ട് എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് ശ്വാസം മുട്ടലായിട്ടല്ല, ഭയങ്കര സഫോക്കേഷൻ, ഇടയ്ക്കെല്ലാം അങ്ങ് ബ്രീത്ത് ശരിയല്ലാതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ 1 വർഷം ഞാൻ പല ഹോസ്പിറ്റലിൽ പല ഡോക്ടേഴ്സിനെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് പോയി കണ്ടു.
ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം നോർമലി വരുന്നത് ഹാർട്ടിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ലങ്സിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലോ ഒക്കെയാണ്. ആദ്യം സത്യം പറഞ്ഞാൽ എനിക്ക് ഈ അസിഡിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം ഗ്യാസ്ട്രോയെ പോയി കണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്താണ് ഈ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകുന്നത്. അങ്ങനെ ആ ഡ്യൂട്ടി ടൈമിൽ പോയി ഞാൻ ഡോക്ടറിനെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു, നിൻ്റെ അസിഡിറ്റി കൂടിയിട്ടുണ്ടാവും, അതുകൊണ്ടാവും നിനക്ക് ആ ഒരു സഫോക്കേഷൻ തോന്നുന്നത്. അപ്പോൾ അവരുടെ സൈഡിൽ നിന്നുള്ള മരുന്നും കാര്യങ്ങളും തന്നു. അങ്ങനെ ആദ്യം ഞാൻ 1-2 ആഴ്ച അത് കഴിച്ചിട്ട് എനിക്കൊരു കുറവും ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് അവരെന്നോട് പറഞ്ഞു, എടി ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ വരുവാണെങ്കിൽ അത് ലങ്സിന് എന്തെങ്കിലും ഇഷ്യൂവോ അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിന് എന്തെങ്കിലും ഇഷ്യൂ ഉള്ള കേസുകളല്ലേ വരുന്നത്, നീ ഒരു കാർഡിയോളജിസ്റ്റിനെ അല്ലെങ്കിൽ പൾമണോളജിസ്റ്റിനെ കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ കാർഡിയോളജിസ്റ്റിനെ കാണിച്ചു, പൾമണോളജിസ്റ്റിനെ കാണിച്ചു, ഗ്യാസ്ട്രോയിനെ കാണിച്ചു. ഇവരെല്ലാം കുറേ ബ്ലഡ് ടെസ്റ്റും എക്സ്റേ, ECG, PFT, എക്കോ, എൻഡോസ്കോപ്പി, ഇങ്ങനെ ഒത്തിരി ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഇതുപോലെയുള്ള കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു. ഇവർ തന്ന മരുന്നുകളെല്ലാം ഞാൻ കൃത്യമായിട്ട് കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ 1 വർഷത്തിനടുത്ത് ഞാനിങ്ങനെ കഴിച്ചു. അപ്പം ഈ മരുന്ന് വാങ്ങിക്കാനായിട്ട് തൊട്ടടുത്ത ഫാർമസിയിലാണ് ഞാൻ പോകുന്നത് ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ അവിടുത്തെ ചേച്ചിമാർ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ കുഞ്ഞെ നീ എന്തിനാ ഇത്രയും മരുന്ന് കഴിക്കുന്നത്, നിൻ്റെ കിഡ്നി പോകത്തില്ലേ നീ ഇത്രയും മരുന്ന് കഴിച്ചാലെന്ന്. ലാസ്റ്റ് ഞാൻ അവിടുത്തെ മരുന്ന് നിർത്തി ആയുർവേദം നോക്കാമെന്ന് വെച്ച് പോയി. ആയുർവേദത്തിൻ്റെ അവിടെ ചെന്ന് അവർ കുറച്ച് ലേഹ്യവും അരിഷ്ടവും ഇതൊക്കെ തന്നു. അപ്പോൾ അത് അവർ പറയുന്ന രീതിയിൽ ഞാൻ കഴിച്ചു. ഭക്ഷണത്തിലൊക്കെ ക്രമമൊക്കെ വരുത്തി കഴിച്ചു. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് ശ്വാസം നേരെ എടുക്കാൻ കഴിഞ്ഞില്ലേ ജീവിതം ഭയങ്കര എന്താ പറയുന്നത്, നരകിച്ച് ജീവിക്കുന്നതിന് തുല്യമാണ്. അതായത് 1 വർഷം ഞാൻ ആ ഒരു ബുദ്ധിമുട്ടും കൊണ്ട് നടന്നു. വീട്ടിൽ പറയുമ്പം അവർ പറയും, മോനെ നീ മരുന്ന് കഴിക്കുക, നീ പ്രാർത്ഥിക്കുക, നമുക്ക് എല്ലാം ശരിയാവും, നീ മരുന്ന് കഴിക്കുമെന്ന് പറഞ്ഞു. മരുന്ന് കഴിച്ചിട്ടൊന്നും എനിക്കൊരു വ്യത്യാസവും തോന്നിയില്ല. ലാസ്റ്റ് എല്ലാവരും ഫൈനലി പോകുന്നത് മെഡിക്കൽ കോളേജിലോട്ടാണല്ലോ. അമ്മ പറഞ്ഞു എന്തായാലും നമുക്ക് മെഡിക്കൽ കോളേജിൽ പോയി ഒന്ന് കാണിക്കാം. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി ഗ്യാസ്ട്രോയിനെ കാണിച്ചു. പോയപ്പോൾ ഈ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം ആയിട്ടാണ് പോയത്. അവർ നേരെ കണ്ടിട്ട് റിപ്പോർട്ടിലൊന്നും വലിയ പ്രശ്നം കാണുന്നില്ല, നിനക്ക് ആ അസിഡിറ്റിയുടെ കൂടുതലും കൊണ്ടാവാം നിനക്ക് ഈ ബ്രീത്തിങ് ഇഷ്യൂ വരുന്നതെന്ന് അവർ പറഞ്ഞു. അവർ മെഡിസിൻ തന്ന് എന്നെ വിട്ടു. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഫൈനലി നമ്മൾ എത്തുന്ന ഒരു മെഡിക്കൽ കോളേജാണല്ലോ, എന്നിട്ട് പോലും അവിടെ കറക്റ്റായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ലെന്ന് കണ്ടപ്പം ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ അവിടെ വെളിയിൽ കിടന്ന് ദേഷ്യപ്പെട്ടിട്ട് ഞങ്ങൾ തിരിച്ച് സങ്കടത്തോടെ തന്നെ ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ പടി ഇറങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ചേച്ചി എൻ്റെ നേർക്ക് വന്ന് ഈ കൃപാസനത്തിലെ പത്രം തന്നു. അന്നാണ് ആദ്യമായിട്ട് ഞാൻ കൃപാസനം എന്ന് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ അറിയുന്നത്. അപ്പോൾ ഈ കൃപാസനം ഒന്ന് വായിച്ചു, മാതാവിൻ്റെ ഒരു രൂപവും കണ്ടു. അപ്പം ഞാൻ തമാശയ്ക്ക് എൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞു, നിങ്ങളെ ആർക്കും മാതാവിന് വേണ്ട, എൻ്റെ മതി മാതാവിന്. അത് ആ ചേച്ചി എൻ്റെ കയ്യിൽ കൃത്യമായിട്ട് ഈ പത്രം കൊണ്ട് എത്തിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ പിന്നെ ആ പത്രം നോക്കാനോ വായിക്കാനോ ഒന്നിനും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് കഴിഞ്ഞ് അടുപ്പിച്ച് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ യൂട്യൂബിൽ ഞാൻ വീഡിയോസ് കണ്ടുകൊണ്ട് കിടക്കുന്ന ഇടയിൽ കൃപാസനത്തിൽ സാക്ഷ്യം കയറി വരുന്നു. ഒരു സാക്ഷ്യം കണ്ടു, വലിയ കാര്യമാക്കിയില്ല. പിന്നെ ഞാനത് നോക്കാൻ പോയില്ല. പിന്നെ ഇത് എന്നും ഡെയിലി ഡ്യൂട്ടിക്ക് ബുദ്ധിമുട്ടും കൊണ്ടാണ് പോകുന്നത്. പക്ഷേ നമ്മുടെ ജീവിതം കടന്നു പോകണ്ടേ, വീട്ടിലെ കാര്യങ്ങളെല്ലാം കടന്നു കൊണ്ടുകൊണ്ട് ജോലി ഉപേക്ഷിക്കാനും പറ്റത്തില്ല. അങ്ങനെ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് വൈകുന്നേരം നൈറ്റ് ഡ്യൂട്ടിക്ക് പോവാം. അപ്പം പുറയുന്ന ഒരു ചേച്ചി എന്നെ കൊട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പത്രം തന്നു. ഞാൻ സങ്കടത്തോടെ പോകുന്നു. നോക്കിയപ്പം കൃപാസനത്തിലെ പത്രം. അപ്പോൾ ആ ചേച്ചി ഞാൻ ഇറങ്ങുന്ന ഹോസ്പിറ്റലിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി. ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇതെന്തോ കൃപാസനം, ഇത് റിപ്പീറ്റായിട്ട് എനിക്ക് കൃപാസനം എന്നുള്ള ഒരു ഇതാണല്ലോ വരുന്നത്, അപ്പോൾ അതെന്തോ എന്ന് ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു. അപ്പോൾ ചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നെ, ഇവിടെ കലവൂരിലെ മാതാവിൻ്റെ ഒരു പള്ളിയാണ്, അവിടെ ഭയങ്കര അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ ഒത്തിരി സൗഖ്യമൊക്കെ സംഭവിക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ചേച്ചിയോട് പറഞ്ഞു. അപ്പം ചേച്ചി പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, നീ എന്തായാലും ധൈര്യമായിട്ട് നീ അവിടെ പള്ളിയിൽ അവിടെ പോയിട്ട് ഉടമ്പടി എടുക്കുക, ഇത്രയും അസുഖങ്ങളൊക്കെ ഭേദമാക്കുന്ന മാതാവിൻ്റെ നിൻ്റെ കാര്യം എളുപ്പം മാറ്റാൻ കഴിയുന്നതല്ല, നീ ടെൻഷൻ ആകണ്ട. ആ ചേച്ചി എനിക്കൊരു വിശ്വാസം തന്നെ. എന്നിട്ട് ചേച്ചി എൻ്റെ നമ്പർ വാങ്ങിച്ച് ഇവിടുത്തെ പ്രാർത്ഥനകൾ ഇവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം എനിക്ക് വാട്സപ്പ് വഴി ചെയ്യുമായിരുന്നു. അപ്പോൾ ചേച്ചി എന്നോട് ആ ഉടമ്പടിക്കാരെയൊക്കെ എങ്ങനെയാണെന്നിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഒരു പേപ്പറിൽ, എനിക്കറിയത്തില്ലല്ലോ, ഞാൻ ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പേപ്പറിൽ 6 നിയോഗങ്ങൾ എഴുതി വെച്ചിട്ട് ആ പത്രപേപ്പറത്തിൽ കണ്ട മാതാവിൻ്റെ അടുത്ത്, എനിക്ക് വേറെ എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാനൊരു ഹിന്ദുവാണ്, അത് വെച്ച് എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ചേച്ചി എന്ന് സാക്ഷ്യം അയച്ചു തരും. പിന്നെ ഞാൻ യൂട്യൂബിൽ കയറി സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായിപ്പോയി, ഇത്രയും അത്ഭുതങ്ങൾ നടക്കുന്നിടത്ത് എനിക്ക് എന്തുകൊണ്ട് അത്ഭുതം സംഭവിച്ചുകൂടാന്നായിപ്പോയി. അങ്ങനെ ലാസ്റ്റ് ഞാൻ ആ ചേച്ചി സത്യം പറഞ്ഞ് ശല്യപ്പെടുത്തുന്ന പോലെ ഞാൻ വിളിക്കും. കാരണം ചേച്ചി എന്നാ പോകുന്നത് ചേച്ചി, കാരണം ഞാൻ പത്തനംതിട്ടയിൽ എനിക്ക് ഇങ്ങി വരെ വരിക എന്ന് വെച്ചാൽ അത്ര പോസിബിൾ അല്ല, ഒരു ദിവസത്തെ പോക്കുവരവാണ്, പൊടി കുഞ്ഞുണ്ട്,
അപ്പോൾ അവൾക്ക് അന്ന് 1.5 വയസ്സ് 2 വയസ്സേ ഉള്ളൂ. അപ്പം പാടായിരുന്നു ഇപ്പോൾ പോക്ക് വരെ. അപ്പോൾ എനിക്ക് വഴി അറിയത്തില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ അമ്മയോട് വീട്ടിലിങ്ങനെ അതുപോലെ ഞാൻ കുറേ ആയപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന്. പക്ഷെ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ നോക്കിയിട്ട് സൈറ്റിലൊന്നും കയറാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഒരു ബോധ്യം, ദൈവമേ, മാതാവ് എന്നെ ഡയറക്റ്റ് കാണാനായിരിക്കും ആഗ്രഹിക്കുന്നത്, അപ്പം ഞാൻ ഡയറക്റ്റ് പോകുന്നതായിരിക്കും നല്ലതെന്ന് വെച്ചു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ ഈ കാര്യം അച്ഛനും അമ്മയും ഇരിക്കുക അവരോട് പറഞ്ഞു, അമ്മ ഇതുപോലെ കലവൂർ ഇവിടെ ഒരു മാതാവിൻ്റെ പള്ളിയുണ്ട്, കൃപാസനം, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയാലോ എന്ന് പറഞ്ഞു. ആദ്യമൊന്നും വീട്ടിൽ ആർക്കും സമ്മതം ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു, മോനെ നീ മരുന്ന് കഴിക്കുക, മാതാവല്ലേ, എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമല്ലോ, നീ പ്രാർത്ഥിക്ക്, നിനക്ക് മാറും, നീ പ്രാർത്ഥിക്ക്. നമുക്കല്ലേ അറിയത്തുള്ളൂ. 1 വർഷമായിട്ട് ശ്വാസം നേരെ ജോയി എടുക്കാൻ പറ്റാതെ ഡ്യൂട്ടിയും ചെയ്ത് നേരെ ജോയി ഉറക്കം പോലും 1 വർഷമായിട്ട് പോയിരിക്കുക. ഒത്തിരി സങ്കടമായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നിങ്ങൾ ആര് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ സങ്കടം കണ്ടപ്പം അമ്മ പറഞ്ഞു, സങ്കടപ്പെടേണ്ട, എന്നാൽ നമുക്ക് പോവാം. അപ്പോൾ എനിക്ക് ഈ ഡ്യൂട്ടി ചെയ്യുന്നതിനിടയിൽ ആഴ്ച ഒരു ഓഫാണ് കിട്ടുന്നത്. ആ ഓഫിൻ്റെ അന്ന് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പോൾ അമ്മ പറഞ്ഞു, എടി കോട്ടയത്ത് ഒരു പള്ളിയുണ്ട്, അത് കൃപാസനമാണെന്ന് തോന്നുന്നു, നമുക്കന്ന് പോവാമെന്ന് പറഞ്ഞു. അപ്പം അമ്മയും ഞാനിവിടെ ഇങ്ങോട്ട് വരാനായിട്ട് ഇരിക്കുന്നത്. അപ്പം ഞാൻ തലേന്ന് ഞങ്ങൾക്ക് 2 പേർക്കും വഴി അറിയത്തില്ലല്ലോ. ഞാൻ നെറ്റിൽ നോക്കി ഈ കോട്ടയത്ത് ഏതാ കൃപാസനം ഉള്ളതെന്ന് നോക്കിയപ്പോൾ അങ്ങനെ ഒരു പള്ളിയെ അവിടെ കാണുന്നില്ല, വേറെ കുറേ പള്ളിയുടെ ഇതൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി കോട്ടയത്ത് അങ്ങനെ ഒരു പള്ളിയില്ല. പിന്നെ സെർച്ച് ചെയ്തപ്പോൾ ഈ കൃപാസനം നടിക്കുമ്പോൾ മുഴുവൻ ആലപ്പുഴയാണ് വരുന്നത്. ഞാൻ പറഞ്ഞു, ആലപ്പുഴയിൽ ഇവരെ കോട്ടയത്ത് കൊണ്ടുപോകാമല്ലോ എന്നുള്ള, അപ്പോൾ ഞങ്ങൾക്ക് ഒരുവിധം അടുത്താണ് എന്നുള്ള ഇതിലിരിക്കും. അപ്പം പിന്നെയും പോയി ഞാൻ പറഞ്ഞു, അമ്മ ഇത് കോട്ടയത്തല്ല, ഇത് ആലപ്പുഴയിലുള്ള പള്ളിയാണ്, നമുക്ക് ആലപ്പുഴയിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇത്രയും ദൂരം നമ്മൾ എങ്ങനെ പോകും, നമുക്ക് വഴിയൊന്നും അറിയത്തില്ലല്ലോ, നീ പൊടിക്കുഞ്ഞിനെ കൊണ്ട് നമുക്ക് അങ്ങ് വരെ പോകുന്ന പോസിബിൾ ആണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. എനിക്ക് ദേഷ്യമായിപ്പോൾ. ഞാൻ പറഞ്ഞു, ആരും വരണ്ട, ഞാൻ തന്നെ പൊക്കോളാം, മാതാവ് കാണും തുണയായിട്ടെന്ന് പറഞ്ഞു. എൻ്റെ വാശി കണ്ടിട്ട് അമ്മ ലാസ്റ്റ് സമ്മതിച്ചു. അമ്മ പറഞ്ഞു, എന്നാൽ നമുക്ക് രാവിലെ പോവാം, ഇതുപോലെ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ 6 മണിയായപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി തിരുവല്ല ബസ് സ്റ്റാൻഡിലെത്തി. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിൽ ഭയങ്കര സങ്കടമാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ അവസാന പ്രതീക്ഷയായി, ഇത്രയും ഡോക്ടേഴ്സിനെ കാണിച്ചു, ആരും കറക്റ്റായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് തരുന്നില്ല, എത്ര കാലം ഇങ്ങനെ ജീവിക്കുമെന്നുള്ളൊരു സങ്കടം. തിരുവല്ല ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ ഞാൻ മനസ്സിൽ മാതാവിനോട് പറഞ്ഞു, മാതാവേ, പൊടിക്കുഞ്ഞിനെ കൊണ്ടാണ് ഞാൻ വരുന്നത്, ഇത്രയും ദൂരെ വരുന്നത്, എൻ്റെ അമ്മയ്ക്ക് വഴി അറിയത്തില്ല, എനിക്കും വഴി അറിയത്തില്ല, നീ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണം. ഈ ഒറ്റ ഒരു വാക്ക് പറഞ്ഞോളൂ. എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു ചേച്ചി കൃപാസനമെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് ഒറ്റ ചെവിയല്ല ഞാനത് കേട്ടു. ഞാൻ പറഞ്ഞു, അമ്മ ഒരു ചേച്ചി കൃപാസനമെന്ന് അമ്മ പറഞ്ഞു പോയെന്ന്. ഞാൻ പുറകെ പോയി ചേച്ചിട്ട് ഞാൻ വിളിച്ചു, ചേച്ചി നിങ്ങൾ എവിടെ പോകാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, മോളെ ഞങ്ങൾ കൃപാസനത്തിൽ പോകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉടമ്പടി എടുക്കാൻ പോകണോ? പറഞ്ഞു, ഉടമ്പടി എടുക്കാൻ പോവല്ല, ഞങ്ങൾ ആദ്യമായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും ആദ്യമായിട്ട് പോകണം, എനിക്ക് വഴി അറിയത്തില്ല, ഞങ്ങളിവിടെ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാ വന്നോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ബസ്സിൽ കയറിയപ്പം ഒരു 5 മിനിറ്റായി കാണും, ഒരമ്മ കയറി വന്നു. ഒരു 55 വയസ്സുണ്ട്, 55-60 വയസ്സുണ്ടാകത്തുള്ളൂ. അമ്മ വന്നിട്ട് ഡയറക്റ്റ് ഒരു പരിചയമില്ലാത്ത ഞങ്ങളോട് ചോദിക്കുക, നിങ്ങൾ കൃപാസനത്തിൽ പോവാണോ, ഉടമ്പടി എടുക്കാൻ പോവാണോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല ഞങ്ങൾ ഉടമ്പടി എടുക്കാനല്ല പോകുന്നത്, പക്ഷേ കൃപാസനത്തിലാണ് പോകുന്നത്. എന്നിട്ട് അവർ വീണ്ടും റിപ്പീറ്റ് പറയുക, അതായത് ഞാൻ വരുന്ന ദിവസം എന്ന് വെച്ചാൽ ദുഃഖവെള്ളി കഴിഞ്ഞ് ശനിയാഴ്ചയാണ് വരുന്നത് 2024. അവർ പറയാ, ദുഃഖവെള്ളി ദുഃഖശനിയൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഉടമ്പടിയും ധ്യാനം ഒന്നുമില്ല, എന്തായാലും നിങ്ങൾ വന്നതല്ലേ, മടങ്ങി പോകണ്ട, മാതാവിനെ പോയി കണ്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പൊക്കോളാൻ പറഞ്ഞ് അവരങ്ങ് പോയി. ഒരു പരിചയമില്ലാത്ത ആളാണ്. എനിക്ക് അപ്പോഴും ഓർത്ത് ഇതാരും ഇങ്ങനെ വന്ന് പറയാം, നമുക്കൊരു പരിചയമില്ല, അവർക്കും പരിചയമില്ല, എനിക്കും പരിചയമില്ല. എന്നിട്ട് ഭയങ്കര സങ്കടമായി. ഇവിടെ വന്നപ്പം ഭയങ്കര സങ്കടം. ഒന്ന് സന്തോഷമുണ്ട്, കാരണം മാതാവിനെ കാണാൻ പറ്റിയല്ലോ. പിന്നെ സങ്കടം എന്ന് വെച്ചാൽ ഉടമ്പടിയില്ല, ഞാൻ എല്ലാത്തിലും പ്രിപ്പയർഡായിട്ട് വന്നേ ഉടമ്പടി എടുക്കണമെന്നുള്ളത്. ഇവിടെ വന്ന് ആദ്യം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, മാതാവിനോട് പറഞ്ഞു, എനിക്ക് ലാസ്റ്റ് നീയെങ്കിലും എന്നെ കൈവെടിയല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ മാതാവിന് ഇവിടെ ഓരോ ബോർഡൊക്കെ വായിച്ച് അവിടെ ഉപ്പല്ല മണ്ണെടുക്കുന്ന ഇത് കണ്ടു. ഞാൻ ആ മണ്ണെടുക്കാൻ പോയി. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, എടി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഉടമ്പടി എടുത്തവരോ ഉടമ്പടി പുതുക്കാൻ വന്നവരോ വേണം മണ്ണെടുക്കാമെന്ന്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടവും ദേഷ്യമായിപ്പോയി. കാരണം ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു, പക്ഷേ ഇന്ന് ഉടമ്പടി ഇല്ല. അതുപോലെ തന്നെ മണ്ണെടുക്കാനുള്ള ഒരു യോഗ്യത പോലും എനിക്കില്ലേ മാതാവേ എന്ന് ഞാൻ ഇവിടെ വന്ന് ചോദിച്ചു. പൊട്ടിക്കറി എന്നിട്ട് ഞാൻ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, അമ്മ മാതാവിനറിയാം, ഞാനിവിടെ എടുത്തത് മാതാവിനറിയാം, ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് വന്നതാണ്,
അതുമൊക്കെ മാതാവിനെ അറിയപ്പോൾ മാതാവ് എന്നോട് അങ്ങ് ക്ഷമിച്ചോളൂ എന്ന് പറഞ്ഞു. ആ മണ്ണെടുത്ത് ഇവിടെ വന്ന് ഇരുന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കൗണ്ടറെ വിളിച്ചു പറയാ ഉടമ്പടി എടുക്കാൻ വന്നവർ കൗണ്ടർ 2-ലോട്ട് വരുവാന്ന്. അതായത് 2-3 ദിവസമായിട്ട് ഇവിടെ ഇല്ല, ഉടമ്പടി ഇല്ല, ധ്യാനവും ഇല്ല. അങ്ങനെ ഇടുന്നിടത്ത് ഉടമ്പടി എടുക്കാൻ വന്നവർ കൗണ്ടർ 2-ലോട്ട് വരും. അപ്പം തന്നെ എനിക്ക് വിശ്വാസമായി, കാരണം മാതാവ് എന്നെ കണ്ടിട്ടുണ്ടെന്ന്. പിന്നെ ഉടമ്പടി ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് ഉടമ്പടി എടുത്തു. അപ്പോൾ എനിക്ക് ഇൻഹേലർ ഒരു ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത് അത് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നും അത് എടുത്തില്ല. ഒരു 2 ദിവസം കഴിയുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് ഫീലാവും. പക്ഷെ അന്ന് വന്ന ദിവസം ഞാൻ ആ ഇൻഹേലർ ഉടമ്പടി നമുക്ക് കിട്ടുന്ന ഉടമ്പടിയുടെ കൂടെ കിട്ടുന്ന ആ തൈലും അതിൻ്റെ കൂടെ ഒരു ബോക്സിൽ വെച്ചിങ്ങനെ ആ ഇൻഹേലറും അതിൻ്റെ കൂടെ വെച്ചു. എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച ഈ ഒരു കാര്യമാണ്, മാതാവേ ഇനി ഈ ഇൻഹേലർ എൻ്റെ കൈ തൊടിക്കാൻ നീ അനുവദിക്കല്ലേ എന്ന് മാത്രം പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ ഞാൻ പത്രം കൊടുത്തു തുടങ്ങി. 3-4 ദിവസം പത്രം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഞാൻ പറയും, മാതാവേ ഇത് മറ്റുള്ളവരുടെ അനുഭവം പറഞ്ഞാണല്ലോ ഞാൻ ഈ പത്രം കൊടുക്കുന്നത്, എനിക്കൊരു അനുഭവം തന്നുകൂടെ, എനിക്ക് മറ്റുള്ളവരിൽ പത്രം എത്തിക്കുമ്പോൾ എൻ്റെ കാര്യം പറഞ്ഞ് വേണം എനിക്ക് പത്രം എത്തിക്കാമെന്ന് പറഞ്ഞു. ഒരു 8-9 ദിവസമായപ്പോൾ എനിക്കറിയത്തില്ല, പെട്ടെന്നുണ്ടായ മാറ്റം, എനിക്ക് ആ ഒരു സഫോക്കേഷൻ മാറി തുടങ്ങി. പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് പിന്നെ ഇപ്പം ഞാൻ 1.5 വർഷം ആവുന്നു, ഇതുവരെ ആ ഇൻഹേലർ എടുക്കേണ്ടേ വന്നിട്ടില്ല. ആ സഫോക്കേഷൻ എൻ്റെ നിന്ന് പൂർണ്ണമായിട്ട് മാതാവ് മാറ്റിത്തന്നു. പിന്നെ ഈ ബുദ്ധിമുട്ട് കാരണം ഞാൻ വെളിയിലോട്ട് ജോലി നോക്കിയിട്ടില്ല. നോക്കാഞ്ഞ കാര്യം ഈ ബുദ്ധിമുട്ട് കാരണം എന്തെങ്കിലും പറ്റിപ്പോന്നുള്ള പേടിയായിരുന്നു. എൻ്റെ അമ്മയും അച്ഛനും അറിയാവുന്നവരെല്ലാം എന്നോട് വന്ന് ചോദിക്കും, പിള്ളേരെ നിങ്ങളെ BSc നഴ്സിംഗ് പഠിപ്പിച്ചിട്ട് നാട്ടിലെ ഇത്രയും കിട്ടുന്ന സാലറിക്ക് നിങ്ങൾക്ക് എന്തോ ആകാനാണ്, നിങ്ങൾ വെളിയിൽ പോയാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടത്തില്ലേ എന്നൊക്കെ വന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, നോക്കുന്നുണ്ട് ആൻറ്റി, അല്ല നോക്കുന്നുണ്ട് അങ്ങളെ എന്നൊക്കെ പറഞ്ഞു വിടും. ശരിക്കും പറഞ്ഞാൽ നോക്കിയിട്ടില്ല, കാരണം ഈ ബുദ്ധിമുട്ട് കാരണം പേടിയാണ് പോകാൻ. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഇതുപോലെ ഈ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ജോലിയുടെ കാര്യം. അപ്പോഴ് പെട്ടെന്ന് എൻ്റെ സിസ്റ്റർ വിളിച്ചു. അവൾ ബഹ്റിനിൽ അവൾ സെറ്റിൽഡാണ്. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ഇതുപോലെ ബഹ്റിൻ ഡിഫൻസിൻ്റെ ഇൻ്റർവ്യൂ വരുന്നുണ്ട്, നീ അറ്റൻഡ് ചെയ്യുക, അപ്പോൾ നമ്മൾ ഫാമിലി എല്ലാം ഒരുമിച്ച് നിൽക്കാമല്ലോ എന്നുള്ളൊരു രീതിയിൽ അവൾ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ അവൾ പറഞ്ഞ പ്രകാരം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ടിരുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇവിടെ വന്ന് മാതാവിനെ കണ്ടിട്ട് ഇതിൻ്റെ പഠിക്കക്കൂടെയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇത് കിട്ടുവാണെങ്കിൽ ഞാൻ ആദ്യം നിന്നോടെ ഈ റിസൾട്ട് വന്ന് പറയത്തുള്ളൂ, ഇൻ്റർവ്യൂ നീ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ചെന്നിടത്ത് എവിടെ പോയാലും എൻ്റെ കൂടെ പത്രവും കാണും, ഉപ്പും കാണും, തേനും കാണും. പോകുന്നിടത്ത് ഇൻ്റർവ്യൂവിന് പോയെടുത്ത് അവിടെ എല്ലാ പിള്ളേർക്കും പത്രവും കൊടുത്തു. പിന്നെ അവരോട് പറഞ്ഞു മാതാവിൻ്റെ കാര്യങ്ങൾ, എന്നിലുണ്ടായ അത്ഭുതങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ആ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുന്നത് ഒരു 7 ദിവസം കഴിഞ്ഞാണ്. അപ്പം ഞാൻ പിന്നെ ഓർത്ത് കഴിയുമ്പോൾ കുറച്ച് ദിവസം എല്ലാം പള്ളിയിൽ പോയിട്ട് നമുക്കൊന്ന് പോയേക്കാന്ന് വെച്ച് ഞാൻ പള്ളിയിൽ പോരാനായിട്ട് ഇറങ്ങിയപ്പം വരുന്ന വഴിക്ക് ഫോണിലോട്ട് മെസ്സേജ് വരുവാണ്, യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞിരുന്ന മാതാവേ ഫസ്റ്റ് ഇതിൻ്റെ ഇൻ്റർവ്യൂ റിസൾട്ട് ഞാൻ നിന്നോടേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞേ. അങ്ങനെ ഞാൻ വീട്ടിലാരെയും വിളിച്ചില്ല. ബസ്സിൽ ഇരുന്നപ്പോഴേ ഈ മെസ്സേജ് വന്നാൽ ഡയറക്റ്റ് ഇവിടെ വന്നു, മാതാവിനോട് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പാസ്സായെന്ന് പറഞ്ഞു. ഈ പോകുന്നതിന് നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ പോകുന്നതിന് ഒരു 4-5 ലക്ഷം രൂപ നമുക്ക് മുടക്കുണ്ട്. അപ്പം നമ്മളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഇത്രയും പൈസ ഉണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. സെറ്റാക്കിയിട്ടാണല്ലോ നമ്മൾ എന്തെങ്കിലും ഇൻ്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ലോണിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കഷ്ടകാലത്തിന് ഒരിടയ്ക്ക് ഒരു മുടക്ക് വന്നു, കിട്ടത്തില്ല എന്നൊരു ഇത് വന്നു. അപ്പോൾ ഈ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ട് അവിടുത്തെ ഒരു പേപ്പർ നമ്മുടെ ബഹ്റിൻ ഡിഫൻസ് എത്തിയാൽ അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ആകത്തുള്ളൂ. അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ ഈ പേപ്പർ കിട്ടും, അത് കഴിയുമ്പോൾ നമുക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ടാകുമെന്ന് പറഞ്ഞു. എൻ്റെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ പേപ്പർ കിട്ടുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഇതെൻ്റെ ഇങ്ങനെ മുടക്ക് വരുന്ന മാതാവ് തന്ന ജോലിയല്ലേ എന്നൊക്കെ ഓർത്തു. അപ്പോൾ തലേ ദിവസം ഞാൻ എന്ത് ചെയ്തു, ആദ്യമായിട്ട് ഡേറ്റ് എഴുതി ഞാൻ പ്രാർത്ഥിച്ചു. അതായത് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം, ഇന്ന് വൈകിട്ട് എഴുതി പ്രാർത്ഥിച്ചു വെച്ചു, മാതാവേ നാളെ വൈകുന്നേരം, ഒരാഴ്ച കഴിഞ്ഞു, നാളെ വൈകുന്നേരം 5 മണിക്കിപ്പുറം എൻ്റെ ഈ പേപ്പർ ബഹ്റിനിലെത്തിയെന്ന്, ഡിഫൻസിലെത്തിയെന്ന് ഒരു മെയിൽ എനിക്ക് തരണമേന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇതറിയുന്നത്. നൈറ്റ് കഴിഞ്ഞപ്പോൾ ലോണ് ശരിയാകത്തില്ല എന്നുള്ള കാര്യം അറിഞ്ഞത്. തകർന്നു പോയി. സത്യം പറഞ്ഞാൽ ഇത്രയും നമ്മൾ ഒത്തിരി പ്രതീക്ഷയില്ല, മാതാവ് തന്ന ജോലിയല്ലേ, വലിയ ആഗ്രഹത്തിലിരുന്നതാണ് ജീവിതം എന്തെങ്കിലുമൊക്കെ ആകുമെന്നുള്ള രീതിയിൽ. വീട്ടിൽ വരുന്ന നൈറ്റും കഴിഞ്ഞ് വരുന്ന കരഞ്ഞുകൊണ്ടാണ് വന്നത്. ഞാൻ പറഞ്ഞു, അമ്മ ഇതുപോലെ ലോണ് ശരിയാകത്തില്ല, അതുപോലെ എൻ്റെ ആ പേപ്പർ എത്താതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. സങ്കടപ്പെട്ട് എവിടെ നൈറ്റ് കഴിഞ്ഞ് വന്നാലും വരുമ്പോൾ 9 മണിയൊക്കെ ആവുമായിരിക്കും വീട്ടിൽ. എന്നാ പറഞ്ഞാലും രാവിലത്തെ 5:30 ചൊല്ലേണ്ട പ്രാർത്ഥന ഞാൻ 10 മണിക്ക് എന്നെയും ചൊല്ലുന്നത്. പ്രെയർ ചെയ്തിട്ടേ ഞാൻ കിടക്കത്തുള്ളൂ. കിടന്ന് ഒരു 2-2:30 ആയപ്പോഴത്തേക്ക് വീട്ടുകാരും ആകെ സങ്കടത്തിലായി.
2:30 ആയപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് എന്നോട് പറയാം, ഭയങ്കര ഹാപ്പിയായിട്ട് വിളിച്ചു പറയും. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇത്ര സന്തോഷിക്കുന്നത്? ഞാൻ ആകെ തകർന്ന് നിൽക്കുമല്ലേ, എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയില്ലേ. അപ്പം പറഞ്ഞു, നിനക്ക് സന്തോഷിക്കാൻ 2 ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്തോ ചേട്ടായി? അപ്പം പുള്ളി പറഞ്ഞു, നിൻ്റെ ആ ഒരു പേപ്പർ ബഹ്റൈൻ ഡിഫൻസിൽ പേപ്പർ ഇന്ന് 2:30 ആയപ്പോൾ അവിടെ എത്തിയെന്ന് ചേട്ടായിക്ക് മെയിൽ വന്നെന്ന് പറഞ്ഞു. ഞാൻ അന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ എനിക്ക് ആ പേപ്പർ അവിടെ ചെല്ലണമെന്നാണ് ഞാൻ പ്രത്യേകം. മാതാവ് വന്ന് 2:30 എൻ്റെ പേപ്പർ എത്തിച്ചു. അതുപോലെ തന്നെ എൻ്റെ 4 വർഷമായിട്ട് മുടങ്ങിക്കിടന്ന PF 86,000 രൂപ, ഞാൻ പൈസയ്ക്ക് വേണ്ടി കരഞ്ഞ ദിവസം ഇവിടെ പോകാനായിട്ട് 86,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞ് ഇത് മെസ്സേജ് വന്നിരിക്കുന്നു. എനിക്ക് പിന്നെ അത് കണ്ടപ്പോൾ ഞാനിപ്പോൾ ഈ പേപ്പർ എടുത്ത് ചേട്ടാ ഇത് കണ്ടോ, ഞാൻ തലേന്ന് എഴുതി വെച്ച ഒരു കാര്യമാണ്. പൈസയ്ക്ക് വേണ്ടി ഞാൻ കരഞ്ഞ ദിവസം മാതാവ് ആ കൃത്യന്ത് ഡേറ്റിൽ എനിക്ക് 86,000 രൂപ എത്തിയെങ്കിൽ, ഞാൻ 2.5 ലക്ഷം രൂപ ലോൺ എടുക്കാൻ ഉദ്ദേശിച്ചത്, 86,000 എത്തിക്കുമെങ്കിൽ ബാക്കി മാതാവ് കരുതിക്കോളൂ എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമായി. പിന്നെ ഒന്നും നോക്കിയില്ല, ബാക്കി പ്രോസസ്സും കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കി. 2 ദിവസം കഴിഞ്ഞപ്പം ഈ ലോൺ തരില്ല എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ തിരിച്ച് വിളിച്ച് ലോൺ ഓക്കെ ആക്കിയും തന്നു. എനിക്ക് വേണ്ടതിലേറെ എടുക്കാമായിരുന്നു, പക്ഷേ നമ്മൾ 86,000 രൂപ കിട്ടിയോണ്ട് അത് കുറച്ചെടുത്തത്. അങ്ങനെ ബാക്കി 3.5 മാസം കൊണ്ട് ഒരു തടസ്സവും കൂടെ സ്മൂത്തായിട്ട് പോയി എല്ലാ കാര്യങ്ങളും. 3.5 മാസം കൊണ്ട് എനിക്ക് ബഹ്റൈൻ ഡിഫൻസിൽ ജോലിക്ക് കയറാനായിട്ട് കഴിഞ്ഞു. ഞാനിവിടെ ഇപ്പം വർക്ക് ചെയ്യുന്നത് സാലറിയിൽ 3-4 ഇരട്ടി ഇപ്പം ഞാൻ വാങ്ങിക്കുന്നുണ്ട്. അതെല്ലാം എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഇന്ന് നാട്ടിൽ ഞാനിപ്പോൾ ലീവിന് വന്നതാണ്. എനിക്ക് 10 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞു. പിന്നെ NHR എക്സാം, അവിടുത്തെ ലൈസൻസ് എക്സാമാണ്, അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു തടസ്സവും കൂടാതെ എനിക്ക് ആ ഒരു എക്സാം ഫസ്റ്റ് അറ്റൻഡിൽ തന്നെ പാസ്സാകാനായിട്ട് മാതാവ് സഹായിച്ചു. പിന്നെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വയറിലൊരു തടുപ്പ് വന്നു. അപ്പോൾ ഇതുപോലെ ആദ്യം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർക്കാകെ ഒരു ഡൗട്ട്ഫുള്ളായിട്ടുള്ള രീതിയിൽ അവർ നിന്നത്, ഒരു ചിരിച്ചോണ്ട് ടെസ്റ്റ് ചെയ്യാൻ വന്ന ആൾക്കാർ മുഖമൊക്കെ അങ്ങ് മാറി. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചു, എന്തോ ഇതിങ്ങനെ തടിപ്പാവുമ്പോൾ നമ്മൾ ചിന്തിക്കുമല്ലോ, നഴ്സുമാരോ ഒന്നാതെ. അപ്പം പിന്നെ അവർ പറഞ്ഞു, നീ ഇത് അൾട്രാസൗണ്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇത് അർജൻറ്റായിട്ട് ഒരു CT ചെയ്യണം, ബയോപ്സി ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ആകെ തകർന്നു പോയി. നമ്മൾ അങ്ങോട്ട് കയറിയതേ ഉള്ളൂ, നമ്മുടെ ജീവിതം ഒന്നും ആയില്ല. അങ്ങോട്ട് ചെന്നപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടപ്പം ഭയങ്കരമായിട്ട് സങ്കടമായിപ്പോയി. പിന്നെ നമ്മൾ ഡിഫൻസിൽ വർക്ക് ചെയ്യുമ്പം ഇവർ ഔട്ട്സൈഡ് ഹോസ്പിറ്റലിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ റിപ്പോർട്ടൊന്നും എടുക്കത്തില്ല. അപ്പം ഗവൺമെൻറ് ആയതുകൊണ്ട് നമ്മളൊരു കൺസൾട്ടേഷന് തന്നെ 1-2 ആഴ്ച വെയിറ്റ് ചെയ്യണം. പിന്നെ അവിടെ ചെന്നു, ഫസ്റ്റ് ആദ്യം തൊട്ട് തുടങ്ങി കൺസൾട്ടേഷൻ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ഒരു USG ചെയ്തു, അൾട്രാസൗണ്ട് ചെയ്തിട്ട് ഒരു CTയുടെ, അതായത് നമ്മുടെ ഫൈനൽ റിപ്പോർട്ടിന് അറിയണമെങ്കിൽ എന്തോന്ന് അറിയണമെങ്കിൽ CT ചെയ്യണം, ബയോപ്സി ചെയ്യണം. ഈ CTക്ക് എനിക്ക് കിട്ടിയത് 1 മാസം കഴിഞ്ഞ ഒരു ഡേറ്റ് കിട്ടുന്നത്. ഞാൻ ആകെ സങ്കടപ്പെട്ടു. ഇതേ സെയിം ടൈം എൻ്റെ നാട്ടിൽ എൻ്റെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. അവളെ ആൻറ്റിബയോട്ടിക് IV വേണമെന്ന് പറഞ്ഞാൽ അവൾക്ക് പനിയും കഫക്കെട്ടും കൂടി അവളെ അഡ്മിറ്റാക്കി. ഞാൻ ആകെ അപ്പോൾ എൻ്റെ ചേട്ടായി ഇപ്പം ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായി നാട്ടിൽ പോയി. അപ്പം ചേട്ടായിട്ട് പറഞ്ഞു, ചേട്ടായി പോയി ഉടമ്പടി എടുക്കുക, എന്നിട്ട് ഈ വിഷയം വെച്ചിട്ട് നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് ചേട്ടായി നാട്ടിൽ വന്നു. ചേട്ടായി ഉടമ്പടി എടുത്ത് നേരെ വരുന്ന കുഞ്ഞിൻ്റെ ഹോസ്പിറ്റലിലോട്ട്. കുഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി. അത് കഴിഞ്ഞപ്പോൾ അമ്മ കിടക്കുന്നു, ന്യൂമോണിയായിട്ട് അമ്മ 5 ദിവസം അഡ്മിറ്റ്. ഒരാളെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി, അടുത്ത ആളെ വീണ്ടും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. വീണ്ടും അമ്മ 5-6 ദിവസം അഡ്മിറ്റ്. അമ്മ ഡിസ്ചാർജായി 6 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും കുഞ്ഞ് അഗെയിൻ അഡ്മിറ്റ്. അപ്പോൾ ഓട്ടൈറ്റിസ് മീഡിയൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിട്ട് അപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് തകർന്നു പോയി. കാരണം എനിക്ക് എൻ്റെ ഒരു വിഷയം എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടേ ഇല്ല, ഇങ്ങനെ വയറിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ള കാര്യം. അവരാകെ കുഞ്ഞിൻ്റെ ആ ഒരു ഇതും വീട്ടിലെ സാഹചര്യത്തിൽ അവരാകെ വിഷമിച്ചിരിക്കുമോ. എനിക്കാകെ പറയാനും കൂട്ടുമുള്ള അവിടെ അങ്ങ് മാതാവുണ്ട്. ഞാൻ കിടപ്പും കഴിവും എല്ലാം മാതാവിനെ എവിടെ പ്രാർത്ഥിക്കുന്നോ അവിടെ തന്നെ. കാരണം എനിക്ക് റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് സംസാരിക്കാനും എനിക്ക് പറയാനും എനിക്ക് മാതാവ് മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് വീട്ടിൽ ഈ കാര്യം പറയാൻ പറ്റില്ല, അവരാകെ സങ്കടത്തിരിക്കുക, ഹോസ്പിറ്റലിൽ ആ ഒരു ഇഷ്യൂസായിട്ട് ഇരിക്കും. പക്ഷേ ഈ വിഷയം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. എന്നും തൈലമൊക്കെ വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ഉപ്പ് കഴിക്കുമായിരുന്നു, തേൻ കഴിക്കുമായിരുന്നു. അങ്ങനെ ഇവള് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പറയായിരുന്നു, IV ലൈനൊക്കെ കിടക്കുമ്പോഴത്തേക്ക് മാതാവിൻ്റെ തൈലം തൂക്കമ്മേ മോന് വേദന തൈലം തൂക്ക ഈ IV ക്യാനിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവൾക്ക് ഭയങ്കര ഒരു വിശ്വാസം മാതാവെന്ന് പറയുന്നത്. ഇവിടെ ഫ്രണ്ട് പോലെ ഇവളെവിടെ കണ്ടാലും മാതാവിനെ കണ്ട ഫ്ലൈയിങ് കിസ് കൊടുക്കും. അപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു വിശ്വാസം. അപ്പം ഇത് വന്നിട്ട് നമ്മൾ ചേട്ടൻ ഇതെല്ലാം കേസ് കഴിഞ്ഞ് തിരിച്ചു വന്നു. എന്നിട്ട് എന്നെ CTക്ക് കൊണ്ടുപോയി ബയോപ്സി വിട്ട് മാതാവിനോട് ആദ്യം ബയോപ്സിയുടെ സാധനം 8-9 ദിവസത്തിനുള്ളിൽ നമ്മുടെ റിപ്പോർട്ട് കിട്ടുന്നത്. പക്ഷേ എൻ്റെ റിസൾട്ട് വീണ്ടും ലേറ്റ് ഏതോ വേറെ എടുത്തോട്ടൊക്കെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൂടെ കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. അപ്പോഴത്തേക്ക് ഞാൻ
ആകമാനെ വീട്ടിൽ പറഞ്ഞു, കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം വീട്ടുകാർക്കും ഭയങ്കര സങ്കടം. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ആ റിസൾട്ട് നോർമലാക്കി തന്നു. ഒരു കുഴപ്പമില്ല, അതൊരു ചെറിയൊരു ഇതാണ്, പേടിക്കേണ്ട ക്യാൻസർ. ഞാൻ പ്രാർത്ഥിച്ച മാതാവേ ഒരു ഓങ്കോളജിയോ ഒരു കീമോയോ അങ്ങനെ എടുക്കേണ്ട ഒരവസ്ഥ മാതാവേ നീ വരുത്തല്ലേന്ന്. കാരണം നമ്മൾ കാണുന്നതാണ് ഓങ്കോ പേഷ്യൻ്റെയൊക്കെ ഇഷ്ടംപോലെ പേഷ്യനെ കാണുന്നത്, കാരണം അവർ നരയിക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ഒന്നും ആയില്ല ജീവിതം. അപ്പം അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ആ ഒരിത് സോൾവായി കിട്ടി. പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഇവിടെ ഇത്രയും ദൂരമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മാസത്തിലൊരിക്കലൊക്കെ വരവ് നടക്കത്തുള്ള വിചാരിച്ച് ഞാൻ ആഴ്ചയിൽ വരുമായിരുന്നു. ആഴ്ചയിൽ വരും, പത്രം വായിച്ചുകൊണ്ട് പോകും. എല്ലാ ആഴ്ചയിലും വരും. ഒരു ഓഫ് കിട്ടി ആ ഓഫിന് ഇവിടെ ഞാൻ കാണും. അങ്ങനെ പത്രം പോകുന്ന വഴിക്ക് മുഴുവൻ കൊടുക്കും. ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും പ്രൈവറ്റ് ഹോസ്പിറ്റലും അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലും പിന്നെ വഴി കാണുന്ന അമ്മമാർക്കൊക്കെ സങ്കടം നോക്കിയിട്ടുണ്ട്. അവർക്ക് ഫുഡിന് വേണ്ടി അവിടെ കൈ നീട്ടും. ഞാൻ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കായിരുന്നു. ഞങ്ങളുടെ അവിടുത്തെ ഒരു വൃദ്ധസാധനമുണ്ട്, അവിടെ 10-42 അപ്പൂപ്പനും അമ്മമാരുണ്ട്. അവരെ പോയി കാണും. ഇടയ്ക്കൊക്കെ അവർക്ക് ഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണം ഞാൻ എത്തിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ബെഹറിനിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടുന്ന് എനിക്ക് ചേട്ടായി പത്രമൊക്കെ കൊണ്ട് തന്നായിരുന്നു. അവിടെയെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെയുള്ള ഏരിയ അല്ലല്ലോ. അവിടെ മാളുകൾ, ലുലു മാളും അവിടുത്തെ മാളുകളിൽ വെളിയിൽ ഞാൻ വെയിറ്റ് ചെയ്യും. അതായത് ഇവർ പർച്ചേസിങ്ങിന് പോയി കഴിഞ്ഞാൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കളഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പർച്ചേസിങ് കഴിഞ്ഞ് വരുമ്പോൾ വരുന്ന ആൾക്കാർക്ക് ഈ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അങ്ങനെ പത്രങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ഷെയർ ചെയ്യായിരുന്നു ഇവിടുത്തെ കൃപാസനത്തിലെ ധ്യാനവും പിന്നെ അതുപോലെ സാക്ഷ്യങ്ങൾ ഒത്തിരി ഷെയർ ചെയ്യുമായിരുന്നു വാട്സപ്പിലും ഫേസ്ബുക്കിലായിട്ടൊക്കെ. ഇത്രയൊക്കെ അനുഗ്രഹിച്ചതിന് മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി.